എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ അനുഗ്രഹപ്രദമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് മേടക്കൂറുകാരുടെ ഫലം തന്നെയാണ്. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുഗ്രഹപ്രദമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനായി ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. മീറ്റിങ്ങുകൾ കൂടുകയും അത് ഫലപ്രദമാവുകയും ചെയ്യുന്ന ദിവസമാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ ധനപരമായ പ്രശ്നങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. അതിൽ ചില സഹായികളുടെ വാഗ്ദാനങ്ങൾ നമ്മെ മനസ്സമാധാനം തരുന്ന രീതിയിൽ വരുന്നതാണ്. അതുകൂടാതെ ധനം സമ്പാദിക്കാനായി ആഗ്രഹമുള്ളവർക്ക് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റിയ ഒരു ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വളരെയധികം നല്ല ഒരു ദിവസമായിരിക്കുമെന്ന്, അതേപോലെ വളരെയധികം ഭക്തിയോടുകൂടി പല കാര്യങ്ങളും പല ആചാരങ്ങളും നിർവഹിക്കാനായി ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായും അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആധ്യാത്മിക കാര്യങ്ങൾ അതുപോലെ ദൈവികമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പണം ചിലവാക്കാനും അതിൽ നിന്ന് മാനസിക സംതൃപ്തി ലഭിക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. പൊതുവെ എല്ലാവർക്കും ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമായിരിക്കില്ല. തിരക്ക് കൂടിയ ദിവസമായിരിക്കും. എന്നാലും ചില അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളുമൊക്കെ തേടി വരാൻ സാധ്യതയുള്ള ദിവസമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷപ്രദമായ പല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉറ്റമിത്രങ്ങളുമായി കൂടിയാലോചിച്ച് പല കാര്യങ്ങളും തീരുമാനിക്കുവാനും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുവാനും ഒക്കെ ഉള്ള വഴി തെളിഞ്ഞു വരുന്ന ദിവസമാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് തീരുമാനങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഓരോ കാര്യം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളും യുവാക്കളും ഹെൽമറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ധരിക്കാൻ മറക്കാതിരിക്കുക. സീറ്റ് ബെൽറ്റ് ധരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് അപകട സാധ്യതകൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അതിനപ്പുറം വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി കാണുന്നു. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് താമസം ഉണ്ടാകുമെന്നോർത്ത് നിരാശപ്പെടുകയും വൈകുന്നേരത്തോടുകൂടി അതിനൊക്കെ പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഉറ്റമിത്രങ്ങളോ ഉറ്റ ബന്ധുക്കളോ മാതാപിതാക്കളോ തന്നെ തങ്ങൾക്കെതിരായി സംസാരിക്കുകയും തങ്ങളെക്കുറിച്ചൊരു മോശമായ ചിത്രീകരണം മറ്റുള്ളവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. ആരോടും കലഹിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന മാതാപിതാക്കൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിലുള്ളവർക്കും വളരെ അനുകൂലമായ ദിവസമാണ് ഇന്ന്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസകരമായ ചില പ്രോമിസുകൾ ലഭിക്കുന്ന ദിവസമാണ്. പ്രൊമോഷനുകൾ ലഭിക്കുവാൻ സാധ്യതയുള്ളവർക്ക് അതിന് നിങ്ങൾക്ക് ഉചിതമായ ചില സാഹചര്യങ്ങളിലേക്ക് പോകുവാനായി സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അടുത്തായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമാണ് എങ്കിൽ കൂടിയും ചില പുതിയ വൈദ്യസഹായം തേടേണ്ടതായ അവസ്ഥ വന്നേക്കാം. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കുവാനായി സാധ്യതയുണ്ട്. സന്താനങ്ങളെക്കുറിച്ചുള്ള ചില വൈഷമ്യങ്ങളും കൂടി ഒഴിച്ചാൽ മറ്റ് ചില തലങ്ങളിൽ ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വഴി തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് വളരെയധികം ലാഭം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്ര ചെയ്യുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് പോകുന്നവർക്ക്, വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് ജോലി സംബന്ധിച്ച് അന്വേഷിക്കുന്നവർക്കൊക്കെ
ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രതീക്ഷകൾ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും വളരെ അനുകൂലമായ ചില സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. കച്ചവടക്കാർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർക്ക് അത് അധികരിക്കാനാണ് സാധ്യത കാണുന്നത്. ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലമോ അനാവശ്യമായ ഇടപെടൽ മൂലമോ ഒക്കെ ഉണ്ടാകുന്ന ചില കൂടിച്ചേരൽ, മദ്യപാനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം വലിയ വിപത്തുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പോലീസ് കേസുകൾ വരെ വന്ന് സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. നിയമപരമായ നീക്കങ്ങൾ അല്ലെങ്കിൽ കേസ്, വഴക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നവർക്ക് പരാജയത്തിൻ്റെ ദിവസമായിരിക്കും ഇന്ന്. നിയമ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. പങ്കാളികൾക്കോ തനിക്കോ അല്ലെങ്കിൽ തനിക്ക് തുല്യരായ ആളുകൾക്കോ ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. വീഴ്ച, ഒടിവെച്ചത്, മുറിവിനൊക്കെ സാധ്യതയുണ്ട്. ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നു. കേസ് വഴക്കുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, അധികാരികൾക്ക് അല്ലെങ്കിൽ നിയമപാലകർക്കെല്ലാം ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് പഠനം അന്വേഷിക്കുന്നവർക്ക്, വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക്, വിദേശ ജോലിയിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരര, ചോതി, വിശാഖം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. വിവാഹകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. പുതിയ ചികിത്സാ രീതികൾ ആരംഭിക്കുവാനും പുതിയ ചികിത്സ കണ്ടെത്തുവാനുമൊക്കെ അവസരം ലഭിക്കുന്ന ദിവസമാണ്. സാമ്പത്തികമായി കുറച്ച് മെച്ചം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്ക് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വൻകിട ബിസിനസ്സുകാർക്ക്, കയറ്റുമതി ഇറക്കുമതിയൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അത്ര തന്നെ ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായ ദിവസമായിരിക്കും. സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദിവസമാണ്. പുതിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ലഭിക്കുവാനും വിദേശത്ത് ജോലി ഉറപ്പുവരുത്താനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. പങ്കാളിയിൽ വരുന്ന ചില മാറ്റങ്ങൾ വളരെ ആശ്വാസം പകരുന്നതായിരിക്കും. വിവാഹത്തിന് ഒരുങ്ങുന്നവർക്ക് വിവാഹം നടക്കുവാനും അതേപോലെ കമിതാക്കൾക്ക് വിവാഹത്തിലേക്കുള്ള ചാനൽ തെളിഞ്ഞു കിട്ടുവാനുമൊക്കെ പറ്റിയൊരു ദിവസമായിരിക്കുമെന്ന്. സുഹൃത്തുക്കളിൽ ചിലരുമായി വീണ്ടും കൂടിക്കാഴ്ച ഉണ്ടാവുകയും അവരുമായി സൗഹൃദം ചെയ്യുകയും സ്നേഹം പരസ്പരം കൈമാറുകയൊക്കെ ചെയ്യുന്ന മൂലം വളരെയധികം മനസ്സന്തോഷം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. കമ്മ്യൂണിക്കേഷൻ മൂലം ഒരുപാട് ആശ്വാസം ലഭിക്കുകയും ഭാരം കുറയുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ചില മാനസികമായി തളർന്നിരിക്കുന്നവർക്ക് കൗൺസിലിങ്ങിലൂടെ ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണകരമായിരിക്കുകയില്ല. ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരാം. നഷ്ടങ്ങൾ സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഉറ്റവരിൽ ചിലർക്ക് ചില ആപത്തുകൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുമൂലം കുറച്ച് മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുമെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ലൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ശാന്തവും സമാധാനപരവുമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുകയും സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരികയും സ്വന്തം കുട്ടികൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരികയും ചെയ്യുന്ന ദിവസമായിരിക്കും. എന്നാൽ അപകട സാധ്യത ഉണ്ട്. കാരണം കണ്ടകശനിയാണ്. 4-ലെ കണ്ടകശനി ചിലപ്പോൾ ശല്യം ചെയ്തേക്കാം. മാതാപിതാക്കളുടെ വിയോഗം അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അസുഖങ്ങൾ അധികരിക്കുക തുടങ്ങിയ മനപ്രയാസങ്ങൾക്കും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഈശ്വര പ്രാർത്ഥനയിൽ അടിയുറച്ച് വിശ്വസിക്കുക.
ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞു പോകുന്നതാണ്. കൂടാതെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ നല്ല ദിവസമായിട്ടാണ് കാണുന്നത്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ ലാഭം ലഭിക്കുന്ന ദിവസമാണ്. കച്ചവടക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. രാവിലെ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും. വൈകുന്നേരത്തോടുകൂടി അഭിവൃദ്ധി അല്ലെങ്കിൽ ധനം സമ്പാദിക്കാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമാണ്. അടുത്തായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടമുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും അതുമൂലം കുറേ കാര്യങ്ങൾ നേടിയെടുക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ദിവസമായിരിക്കും. ഇവൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക്, ബൊട്ടിക് ഒക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും സ്ഥാപനങ്ങൾ മാറാനും ഇരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം ഉറച്ച ഒരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് ചെറിയ പ്രതീക്ഷകൾ കൈവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു കാര്യമായിരിക്കുകയില്ല. നിയമപാലകർക്ക്, നിയമം കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക്, നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനം നിറഞ്ഞ പല അനുഭവങ്ങളും ഉണ്ടാകാമെങ്കിലും ധനനഷ്ടത്തിന് വളരെ സാധ്യതയുള്ളത് കൊണ്ട് ഇന്നത്തെ ദിവസം ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കോ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ധനം കൈമാറുന്നതിനോ ഒന്നും തന്നെ പറ്റിയൊരു ദിവസമായിരിക്കുകയില്ല. തീർച്ചയായും ധനനഷ്ടം വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോകാതിരിക്കുന്നത് നന്നായിരിക്കും. ഭക്ഷ്യവിഷബാധ മൂലം ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ വരുന്നതൊഴിച്ചാൽ സാമ്പത്തികമായ ചില പ്രതീക്ഷകളുണ്ടാകുന്ന ദിവസമാണ്. നമുക്ക് ഭാവിയിലേക്ക് ചില നല്ല കാര്യങ്ങൾ നടക്കുമെന്നും അത് നമുക്ക് ശരിയാക്കിയെടുക്കാമെന്നൊക്കെ ഒരു സമാധാനം വൈകുന്നേരത്തോടു കൂടി വരുന്നതാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രതീക്ഷകൾ വരുന്ന ഒരു ദിവസമായിരിക്കും. അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിവാഹ കാര്യങ്ങൾക്ക് ഒരുങ്ങുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായ ദിവസമായിരിക്കില്ല. ഏതെങ്കിലും തരത്തിലുള്ള മനഃപ്രയാസം അനുഭവിക്കുന്നവർക്ക് മറ്റൊരു മേഖലയിലേക്ക് സ്വന്തം മനസ്സിനെ തിരിച്ചുവിടുവാനും ആശ്വാസം ലഭിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. ഉന്നതന്മാരുമായി കണ്ടുമുട്ടുവാനും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാനും പ്രമോഷനുകൾക്കും ഒക്കെ സാധ്യതയുള്ള ഒരു നല്ല ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ നല്ലൊരു ദിവസമായിരിക്കും. പങ്കാളിയുടെ സന്തോഷം കൊണ്ട് അഭിമാനിക്കുന്ന ദിവസമായിരിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിൽ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. വിദേശത്തിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ അകന്നു പോയിരിക്കുന്ന ബന്ധുക്കൾക്ക് ഒക്കെ ഇന്ന് ഏറ്റവും നല്ല ഒരു ദിവസമാണ് എന്നറിഞ്ഞ് വളരെ സന്തോഷം ലഭിക്കുന്ന ദിവസമാണ്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല ദിവസമായിരിക്കും. അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ സന്ദർശനം നടത്തുവാനും സാധ്യതയുള്ളൊരു ദിവസമാണ്. കൃഷി കാര്യങ്ങളിൽ ഇടപെടുന്നവർക്ക് അല്ലെങ്കിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്വന്തമായ ഭൂമി വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു കെട്ടുറപ്പ് വന്നതായി മനസ്സിൽ അനുഭവപ്പെട്ടേക്കാം. ദാനങ്ങളും സമ്മാനങ്ങളുമൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട്. മാതൃവിയോഗം മൂലം വിഷമിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും നല്ല ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.